കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം ജില്ലാ സമ്മേളനത്തിന് തൃപ്രയാറിൽ തുടക്കമായി. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം നടത്തി. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് പതാക ഉയർത്തി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P. ആന്റണി ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CG ജോർജ് സാമ്പത്തിക റിപ്പോർട്ടും പോൾ ജേക്കബ് ഓഡിറ്റ് റിപ്പോർട്ടും മോഹനകൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, KCCL MD PP സുരേഷ് കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രജേഷ് അച്ചാണ്ടി, കേരള വിഷൻ MD ജയപ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PM നാസർ, CA ബൈജു, PB ബിജു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് ലിയോ ജേക്കബ്, ജെറോം MP തോമസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ ബിജുകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നാം ഈ കാലങ്ങളെ ഒട്ടേറെ വെല്ലുവിളികളെയും അതേപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തിട്ടാണ് ഈ മേഖലയ്ക്കകത്ത് വളർന്നു വന്നിട്ടുള്ളത്. പ്രവർത്തനങ്ങളെല്ലാം തന്നെ അത്ര സുഖകരമൊന്നുമല്ലായിരുന്നു പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ മേഖല അതുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളെല്ലാം പ്രതിരോധിച്ച് മുന്നേറേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളതിനെ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അതിന് വലിയ പ്രചോദനവും കരുത്തും നൽകാൻ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് അതുപോലെ ഉപജീവനം കഴിക്കുന്ന ഞാനും നിങ്ങളും അടക്കം ടെലിവിഷൻ കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ വാർത്ത കാണാൻ നമ്മൾ നമ്മുടെ വീട്ടിലെ ടെലിവിഷന് മുമ്പിൽ പോയിരിക്കാറുണ്ടോ? നമ്മൾ നമ്മുടെ പ്രോഗ്രാമുകൾ കാണാൻ ടെലിവിഷന് മുമ്പിൽ പോയിരിക്കാറുണ്ടോ? നമ്മളെല്ലാം നമ്മുടെ മൊബൈൽ ഫോണുകളിലാണ് അല്ലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് ലുലു മാളിൽ സന്ദർശനത്തിന് വന്ന ഒരു കൊച്ചുകുട്ടിയും യൂസഫലിയും തമ്മിലുള്ള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ഒരുപാട് കളിപ്പാട്ടങ്ങൾ നിൽക്കുന്ന ഒരു വേദിയുടെ മുമ്പിൽ നിന്ന് യൂസഫലി ആ കുട്ടിയോട് ചോദിച്ചു, മോളെ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോയ്സ് എടുത്തു. ആ കുട്ടി ടോയ്സിലേക്കല്ല വിരൽ ചൂണ്ടിയത്. 3 വയസ്സുള്ള കുട്ടി അതിന് ഇപ്പുറത്തെ ഫ്രെയിമിൽ ഉണ്ടായിരുന്ന ഐഫോണിലേക്ക് എടുത്തുണ്ട്. ശരിയല്ലേ? യൂസഫലി ആയതുകൊണ്ട് ഐഫോൺ വാച്ച് അപ്പോഴേ കൊടുക്കുന്നത്. എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു ആ പടം. അതാണ് 2K ജെൻസിയുടെ കാഴ്ചപ്പാട്. 2000-ന് ശേഷം വന്ന തലമുറയുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങളുടെ സൂചനയാണ്. ഏറ്റവും മികച്ച അടുത്ത ഉദാഹരണമാണ് ആ 3 വയസ്സുള്ള കുട്ടി. ആ കുട്ടിയുടെ കൺമുന്നിൽ നിരന്നിരുന്ന 100 കണക്കിന് മികച്ച നിലവാരമുള്ള കളിപ്പാട്ടങ്ങൾക്ക് പകരം അത് തൊട്ടപ്പുറത്തെ അലമാരിയിൽ നിന്ന് ഐഫോണിലേക്ക് വിരച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ തലമുറയുടെ മാറ്റമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. മാറ്റമില്ലാത്തതായിട്ട് ലോകത്ത് മാറ്റമെന്നൊന്നും മാത്രമേ ഉള്ളൂ. മാറിക്കൊണ്ടേയിരിക്കും ലോകം. അത് അനിവാര്യതയാണ്. ആ മാറ്റത്തിനൊപ്പിച്ചു മാറുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ മാറ്റപ്പെടും. ഔട്ട്ഡേറ്റഡ് പ്രൊഡക്റ്റായി ഞാനും നിങ്ങളും മാറും.